സ്വന്തം വരുത്താനോടറിവില്ലാതെ തരമാൽ മൊളിന്തന്റെ കഥയെ തീർത്തേ. ആരാ പറയണത്? പ്രശസ്ത കവി മഹാകവി മോയിൻകുട്ടി വൈദ്യനാണ് പറയണത്. ഇതിനെ ഇനി എങ്ങനെയാണ് ഇനി ചന്തം വരുത്തുകയെന്ന് വെച്ചറിയില്ല. ചന്തം വരുത്താനോണ്ടറിവില്ലാതെ തരമാൽ മൊളിന്തന്റെ കഥയെ തീർത്തേ. അന്തം മുതൽ ഇല്ലാതവനെ ഗഫാർ അടിയൻ പിഴച്ചുള്ള പിഴ പോക്കല്ലാ. ബദറുൽ മുനീർ റസൂലുൽ ജമാൽ എന്ന് പറയുന്ന ഈ പ്രണയകാവ്യ മഹാകവി മോയിൻകുട്ടി വൈദ്യർ എഴുതി തീർത്തിരിക്കുകയാണിപ്പോൾ. അതാണ് ബദറുൽ മുനീർ റസൂലുൽ ജമാൽ എന്നുള്ള കവിയുടെ അവസാനം. മഹാകവി മോയിൻകുട്ടി അതിൽ പ്രാർത്ഥിക്കുകയാണ്, കൂടെ നബിയുള്ള രുമമുർ പാപം കൊല്ലും പോറുത്തിമാൻ ബശങ്ങിടല്ലാ. ഈ പാട്ടിങ്ങനെ എഴുതിയപ്പോഴാണ് മോയിൻകുട്ടി വൈദ്യരെ ഉമ്മ പറഞ്ഞു, മകനെ ഇജ്ജി വേണ്ടാത്ത പാട്ടുകളൊക്കെ കെട്ടിയിട്ട് നേരം കളയണ നേരം കണക്ക് വല്ല നല്ല പാട്ടും കെട്ടിക്കൂടെ. ഒന്നും മുണ്ടിയില്ലാന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മാനെ വിളിച്ചു പറഞ്ഞു, ഉമ്മ ഞാൻ 2 മല പണിയുന്നുണ്ട്, ഞാൻ 2 മലകൾ പണിയുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞു. ഏതായാലും മോടി കമർ ശംസും നടക്കുമ്പോഴും ഉടകൾ ഗഹനിലിര വിലങ്ങുമ്പോഴും ഉമ്മ ഞാൻ 2 മലകൾ പണിയുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞു. അപ്പം എന്ത് മലയാണ് മനേജ് പണിയണേ? എന്ത് മലയാണ് നീ പണിയുന്ന മകനെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മോയിൻകുട്ടി വൈദ്യർ പറയുകയാണ്, അത് ബദറും ഉഹദുമാണ് ഉമ്മ, അത് ഞാൻ പണിപ്പുരയിലാണ് ഉമ്മ, അത് എഴുതിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ ബദറുൽ മുനീർ റസൂലുൽ ജമാൽ എന്ന പ്രേമകാവ്യം എഴുതിയതിന് പ്രായശ്ചിത്തമായി ഞാനിതാ സ്വഹാബുൽ ബദരീങ്ങളുടെ അള്ളാൻ്റെ റസൂലിൻ്റെ പട്ടാളത്തിൻ്റെ കഥ എഴുതുന്നു ഉമ്മ. മാടപ്പീറാവും കുറുകുമ്പോഴും മത്വറിൻ കാത്തൂറും മൺ തരിയെണ്ണത്താൽ പാടേ ദീനം ത്വാഹ നബിക്കും മാലിൽ പരനേ സ്വലാത്തും നിൻ സലാം മേഘല്ലാ. അങ്ങനെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ 2 മല ഞാൻ പണി തീർത്തിട്ടുണ്ട്, അത് ബദറും ഉഹദുമായിരുന്നു. എന്താണ് ബദറിൽ എഴുതിയത്, ഉഹദിൽ എന്താണ് എഴുതിയതെന്നറിയണ്ടേ? അത് നമുക്ക് എന്താണ് ബദർ എന്നറിയണ്ടേ? അത് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.